ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നാണ് കണ്ടത്. ഒന്നാമത്തെ കാര്യം 7:30-ക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അത് വന്നപ്പോൾ 8 മണിക്ക് തൊട്ട് മുന്നേ ഒരു 7:55 വന്നത്. ഇത് സാധനം കണ്ടിട്ട് പുറത്തോട്ട് പോകാമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഒരുപാട് ഓവർ എക്സ്പെക്റ്റേഷനിലാണ് ട്രെയിലർ കണ്ടത്. അതുകൊണ്ട് എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഒരു എക്സ്ട്രാ ഓർഡിനറി ട്രെയിലറായിട്ടൊന്നും തോന്നിയില്ല. ടിപ്പിക്കൽ ഒരു LJP പടമായിട്ട് തന്നെയാണ് ഞാനത് സിനിമ പ്രതീക്ഷിക്കുന്നത്. ഈ ട്രെയിലർ കണ്ടിട്ട് സിനിമ വിലയിരുത്താൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഒരുപാട് നല്ല ഫ്രെയിംസൊക്കെ കാണാൻ പറ്റി. പിന്നെ നല്ല ക്വാളിറ്റി, നല്ല ഫണ്ട് എറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്. മാസ് എലമെൻറ്റ്സ് ഉണ്ടാകും സിനിമയിൽ. എന്നാലും ആക്ഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും. ഓവർ മാസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു സ്ലോ പേസ് ആയിരിക്കും സിനിമ. 2:40 എന്താ ഡ്യൂറേഷൻ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. LJPയുടെ നോർമൽ ഒരു സിനിമ തന്നെ ആയിരിക്കും. പിന്നെ മോഹൻലാൽ എന്നുള്ളൊരു നടനെ എങ്ങനെയാണ് LJP പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് അത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും സിനിമയുടെ ഔട്ട് വരുന്നത്. അതായിരിക്കും മിക്കവാറും എൻട്രി. കൈ ലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമൊക്കെ അത് മിക്കവാറും എൻട്രി ആയിരിക്കാം എന്നുള്ളൊരു ഡൗട്ട്. എന്നിരുന്നാലും സിനിമ നന്നാകട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു. നന്നായാൽ മലയാള ഇൻഡസ്ട്രിയുടെ ഒരു നല്ലൊരു നാഴികക്കല്ല് തന്നെ ആയിരിക്കും മലൈക്കോട്ടെ വാലിബൻ. എങ്ങനെയുണ്ടായി ട്രെയിലർ? ഫ്രെയിംസ് ഒക്കെ കളർഫുൾ. ലാലേട്ടൻ്റെ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ എങ്ങനെ? LJPയിലാണോ ലാലേട്ടൻ ഉണ്ടാകാനുള്ള പ്രതീക്ഷ? കണ്ടിട്ട് ട്രെയിലർ കണ്ടിട്ട് മനസ്സിലായോ? എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് സിനിമയെ കുറിച്ചുള്ള? ഹൈപ്പ്